മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതീയ പൈതൃകവും നമ്മുടെ സംസ്കാരവും ഹിന്ദു ധർമ്മവും നമ്മുടെ ഗ്രന്ഥങ്ങളുമെല്ലാം പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാം. പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാം. ഈ ഒരു കർമ്മമാർഗമാണ് എൻ്റെ ജീവിതത്തിലെ ഓരോ മിനിറ്റും ഓരോ മണിക്കൂറും ഓരോ ദിവസവും ആഴ്ചയും മാസവും വർഷവും ജീവിതം തന്നെ അതാണ്. ചിലർക്കത് തനി വർഗീയമായിട്ട് തോന്നിയിരുന്നു പണ്ട്. ഇപ്പോൾ ചില കോഴി വസന്ത വന്ന കോഴികൾ കുറയ്ക്കുന്ന മാതിരി ചില മുസ്ലിം പയ്യന്മാരും വിരളമായിട്ട് കൺവെർട്ട് ചെയ്ത ചില ക്രിസ്ത്യൻസ്, ഹിന്ദു കൺവെർട്ട് ചെയ്ത് ക്രിസ്ത്യാനിയായവരും വിരളമായിട്ട് ചില കമന്റുകൾ നെഗറ്റീവായിട്ട് പറയുന്നതല്ലാതെ കാര്യമായിട്ട് ഒരു നെഗറ്റീവും ഇല്ല. അതുകൊണ്ട് ഞാൻ ഉറച്ച് പറയാനുള്ളത് പറയാൻ കാരണം, ക്രിസ്ത്യാനികൾക്ക് ഏത് രീതിയിലും പ്രവർത്തിക്കാം. സൈലന്റ് ആയിട്ട് അവരവരുടെ കാര്യം നേടുന്നു. അതൊന്നും വർഗീയതയല്ല, അതൊന്നും മതമൗലികവാദമല്ല, അതൊന്നും ദേശദ്രോഹമല്ല, അതൊന്നും ദേശത്തിനെതിരല്ല എന്നുള്ള രീതിയിൽ അവർ പ്രവർത്തിച്ചുകൊണ്ട് പോകുന്നു. അതിൻ്റെ മറ്റൊരു ഭീകര രൂപം അപ്പുറത്തെ മതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അവർ ചെയ്യുന്നതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മളെങ്ങാനും ഇത് പറഞ്ഞാൽ അത് ഭയങ്കര വർഗീയാണ്, വിഷം വമിക്കുകയാണ് എന്ന് ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട ചുരുക്കം ചിലരിൽ പറയാറുണ്ട്. അത് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ എന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ ഒരു ചെറിയ സംഭവം. ശരിക്ക് രണ്ട് സംഭവമായിട്ടാണ് പറയാനുള്ളത്. ഒന്ന്, ഈ ബോംബെയില് ശ്രീനാരായണ ഗുരു മന്ദിര സമിതിയുണ്ട്. അതിനുവേണ്ടി ജീവിതം ഉഴിഞ്ഞു വെച്ച ഒരു ദാമോദരൻ സാറുണ്ട്. അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞു. അദ്ദേഹം ഇംഗ്ലീഷിൽ PhD എടുത്ത ആളാണ്. വളരെ പ്രായമായ ആളാണ്. ശരിക്കും ഗുരുദേവ സമിതിയുടെ സൃഷ്ടികർത്താവ് തന്നെ അദ്ദേഹമാണ് ജീവിതം മുഴുവനും. അദ്ദേഹം, ഞാൻ ഈ നാരായണ ഗുരുമന്ദിര സമിതിയുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് ബോംബെയിലേക്ക് പോകുമ്പോൾ അദ്ദേഹമായിട്ട് സംസാരിക്കാറുണ്ട്. വളരെ വിരളമായിട്ട് സംസാരിക്കാറുള്ളൂ. എല്ലാവരും ഗുരുതുല്യനായിട്ട് ആദരിക്കുന്ന അദ്ദേഹമാണ്. ഒരു ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഇന്ന് ഭക്ഷണം കഴിക്കില്ല. ഞാൻ ചോദിച്ചു, എന്താ ദാമോദരൻ സാറെ കഴിക്കാത്ത? ഇന്നലെ പെസഹ വ്യാഴാഴ്ച, ഇന്ന് ദുഃഖ വെള്ളിയാഴ്ച, നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഈസ്റ്ററാണ്. അത് കാരണം ഞാൻ വ്രതത്തിലാണ്. അപ്പോൾ ഞാൻ വെറുതെ അദ്ദേഹത്തോട് നിസ്സംഗമായിട്ട് ചോദിച്ചു, സാർ എല്ലാ വർഷവും ഈ ദുഃഖ വെള്ളിയാഴ്ചയും ഇതൊക്കെ വ്രതം എടുക്കാറുണ്ട്. ഞാൻ ചോദിച്ചു, സാറ് ഏകാദശി വ്രതം എടുക്കാറുണ്ടോ? ഇല്ല. ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന ഏകാദശി വ്രതം എടുക്കാറില്ല. തിങ്കളാഴ്ച വ്രതം എടുക്കാറുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. അതുപോലെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന സപ്താഹം നടക്കുമ്പോൾ വ്രതമെടുക്കുന്ന പതിവ് പണ്ടും ഇന്നും ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അത് എടുക്കാറുണ്ടോ? ഇല്ല. ഈ രാമനവമി 9 ദിവസത്തെ വ്രതമുണ്ടോ? അതും എടുക്കാറില്ല. നവരാത്രി, ദസറ 10 ദിവസത്തെ വ്രതമുണ്ട്. അതെടുക്കാറുണ്ടോ? അതെടുക്കാറില്ല. ഒരു ഹിന്ദുവായി ജനിച്ച് ഇത്രയും ഒരു ദിവസം വേണമെങ്കിൽ ഒരു ദിവസം, 2 ദിവസം വേണമെങ്കിൽ 2 ദിവസം, അല്ലെങ്കിൽ വിനായക ചതുർത്ഥി ദിവസം, ജന്മാഷ്ടമി ദിവസം, ഇതൊക്കെ നമുക്ക് വ്രതം എടുക്കാനുള്ള അവസരമുണ്ട്. അതൊന്നും അദ്ദേഹം എടുക്കാറില്ല. ഇത് മാത്രം എടുക്കുന്നത് എന്തിനാണ് എന്ന് വെറുതെ ചോദിച്ചു. അല്ല, പണ്ട് മുതൽക്ക് എടുക്കാറുണ്ട്, അതുകൊണ്ട് എടുക്കുന്നു. പണ്ട് മുതൽക്ക് എടുക്കുന്ന ലിസ്റ്റിൽ ഇതും കൂടി പെടുത്തിക്കൂടെ എന്ന് ചോദിച്ചു. അദ്ദേഹം പെട്ടെന്ന് വിഷയം മാറ്റി. ഇപ്പം ശ്രീനാരായണ ഗുരുദേവന്റെ കർമ്മമണ്ഡലത്തിലുള്ള നാരായണ ഗുരുദേവന്റെ ചിന്താധാരകൾ ജീവിതത്തിൽ പകർത്തിയ ഒരു വ്യക്തി ലോകത്തിലും മതേതരത്വം കാണിക്കാനാണെന്ന പേരിൽ യഥാർത്ഥത്തിൽ ഭാരതീയ സംസ്കാരമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ് ദുഃഖ വെള്ളിയാഴ്ചയും പെസഹ വ്യാഴാഴ്ചയും. അതെല്ലാം യേശു ക്രിസ്തുവായിട്ട്, ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആ മതത്തിലുള്ളവർക്ക് അത് സ്വീകരിച്ച സ്ഥിതിക്ക് അത് അതിൻ്റെ ഭാഗമാണ്. ഇത് ഒരു വശം. അടുത്തൊരു വശം, ഇന്നലത്തെ വാട്സപ്പ് മെസ്സേജിൽ പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഒരു ഹിന്ദു പെൺകുട്ടി റംസാനിൽ നോമ്പ് നോൽക്കുന്നത്, അത് മുസ്ലിം പത്രങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രചാരം കൊടുത്തു എന്ന് വായിച്ചു. പത്രങ്ങളൊന്നും ഞാൻ കണ്ടില്ല, ആ വാട്സപ്പ് മെസ്സേജിൽ വായിച്ചു. വളരെ നല്ല രീതിയിലുള്ള കമൻ്റാണ്. മോള് ഈ റംസാൻ വ്രതം നോമ്പ് നോറ്റത് വളരെ നല്ല ഒരു ആത്മീയ കാര്യം, അതിനെ ഒരിക്കലും എതിർക്കുന്നില്ല. എങ്കിലും മോളെ, ആ റംസാൻ നോമ്പ് നോറ്റിട്ട് എന്തായിരുന്നു മോളുടെ അനുഭവം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വളരെ നല്ല അനുഭവമായിരുന്നു.
ഈ വിശപ്പിന്റെ വില അറിഞ്ഞത് ആദ്യമായിട്ട് ഇപ്പോഴാണ്. നമ്മളെപ്പോലെ വിശക്കുന്നവര്, ഇന്ന് ഞാൻ അനുഭവിച്ച ആ വിശപ്പിന്റെ വില പോലെ വിശക്കുന്നവര് എത്ര പേരായി ഈ ലോകത്തിലുള്ളതെന്ന് മനസ്സിലാക്കാൻ, എൻ്റെ കണ്ണ് തുറക്കാൻ കാരണമായത് ഈ ഒരു നോമ്പ് നോക്കലാണ് എന്ന് പറഞ്ഞു. വളരെ നല്ലത്. അങ്ങനെ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അടുത്തൊരു ചോദ്യം ചോദിച്ചു. ഇത് നമ്മുടെ നാട്ടില് ഏകാദശി വ്രതമുള്ളത് ഒരു ഹിന്ദുവായ മോള് ആചരിക്കാറുണ്ടോ? വളരെ ലാഘവത്തോടുകൂടി ആ കുട്ടി ഇല്ല എന്ന് പറഞ്ഞു. തിങ്കളാഴ്ച നോയമ്പോ ശനിയാഴ്ച വ്രതമോ ഉള്ളത് ആചരിക്കാറുണ്ടോ? ഇല്ല. അങ്ങനെ ഈ കുട്ടിയോട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അതൊന്നും ആചരിക്കാതെ ഇത് മാത്രം ആചരിക്കണമെന്ന് തോന്നിയത് എന്തുകൊണ്ടാണ്? അവനവന്റെ ഭാര്യയും അവനവന്റെ അമ്മയും അവനവന്റെ മകളും അവനവന്റെ വീട്ടിലുള്ളപ്പോ അവരെ സ്നേഹിക്കുകയും അവരെ ബഹുമാനിക്കുകയും ഒന്നും ചെയ്യാതെ അയൽവക്കത്തുകാരന്റെ ഭാര്യയെയും അയൽവക്കത്തുകാരന്റെ മകളെയും അയൽവക്കത്തുകാരന്റെ സഹോദരിയെയും സ്നേഹിക്കുകയും അല്ലെങ്കിൽ അതിനപ്പുറത്തെ സ്റ്റേജിലേക്ക് കടക്കുകയും എല്ലാം ചെയ്യുന്നത് മതേതരത്വം. അവനവന്റെ വീട്ടിലുള്ളവനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് വർഗീയത. അതുകൊണ്ടല്ലേ മോൾ അങ്ങോട്ട് പോയത്. ഏതായാലും ആ കുട്ടിയുടെ ബാക്കിയുള്ള വിവരണങ്ങൾ അതിനകത്ത് തന്നിട്ടില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ രാഷ്ട്രത്തിൽ ഇല്ലാത്തത് മറ്റൊരു മതത്തിലും ഇല്ല. മറ്റു മതത്തിലുള്ളതെല്ലാം മതേതരത്വവും വിശാല വീക്ഷണമുള്ളതും ജനാധിപത്യവും അതുപോലെ തന്നെ ജനപ്രതിനിധികളുടെ ഉജ്ജ്വലമായിട്ടുള്ള സയന്റിഫിക് ലോജിക്കലും റാഷണലും ആണെന്ന് ധരിക്കുകയും ധരിപ്പിക്കുകയും ഹിന്ദു ധർമ്മത്തില് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു ധർമ്മത്തില് എന്റെ ദൈവം മാത്രം ശരി, എന്റെ പുസ്തകം മാത്രം ശരി, എന്റെ വഴി മാത്രം ശരി, എന്റെ പ്രവാചകൻ മാത്രം ശരി, എന്റെ ദൈവപുത്രൻ മാത്രം ശരി, എന്റെ പുണ്യസ്ഥലം മാത്രം ശരി, എന്റെ ആചാരം മാത്രം ശരി, എന്റേതല്ലാത്തതെല്ലാം നിന്നെ നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ മതങ്ങള് ചിന്തിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും പ്രവർത്തിക്കുന്നതും വീക്ഷിക്കുന്നതുമെല്ലാം ശരി. ആകാശത്തിൽ നിന്ന് വീഴുന്ന ജലത്തുള്ളികൾ ഒരുമിച്ച് ചേർന്ന ചാലുകളായി, തോടുകളായി, നദികളായി മഹാസാഗരത്തിലേക്ക് പോകുന്ന പോലെ എല്ലാ നന്മകളും ഒരുമിച്ച് ചേരട്ടെ, എന്റേത് മാത്രം നല്ലതെന്ന് ഒരിക്കലും പറയാത്ത ഹിന്ദു ധർമ്മത്തില് അതിൽ പറയുന്നതൊക്കെ വർഗീയത, അതിൽ പറയുന്നതൊക്കെ മതകലഹത്തിന് കാരണമാവുക, അതിൽ പറയുന്നതൊക്കെ അസഹിഷ്ണുത. ഈ ഹിന്ദു ധർമ്മത്തിൽ പറയുന്നതെല്ലാം ഇടുങ്ങിയ ചിന്താധാരയുടെ അസഹിഷ്ണുതയുടെ പ്രതീകമായിട്ട് കാണാം. മോളോടും മോളെ പോലെ ഉള്ളവർക്ക് ജന്മം നൽകിയ അച്ഛനമ്മമാരോടും എനിക്ക് പറയാനുള്ളതാണ്, പ്രത്യേകിച്ച് ഹിന്ദുക്കളായ അച്ഛനമ്മമാരോട് പറയാനുള്ളതാണ്. നിങ്ങളുടെ മക്കളെ ഏകാദശിയെക്കുറിച്ചോ തിങ്കളാഴ്ച വ്രതത്തെക്കുറിച്ചോ ആചാരത്തെക്കുറിച്ചോ ചെറിയ അനുഷ്ഠാനത്തെക്കുറിച്ചോ പഠിപ്പിക്കുക. ഈ അടുത്ത കാലത്ത് ഏഷ്യാനെറ്റില് അവാർഡ് കൊടുക്കുന്ന സീൻ കണ്ടു. ഈ മുമ്പില് അവാർഡ് വാങ്ങിക്കാനായിട്ട് കയറി ചെന്നവരെല്ലാം സ്റ്റേജ് തൊട്ട് വന്നിച്ചിട്ടാണ് കയറിയത്. ആ സ്റ്റേജ് തൊട്ട് വന്നിച്ച് കയറിയത് കണ്ട ബാലന്മാരും ബാലികമാരും അവരുടെ അവാർഡ് വാങ്ങിക്കാനായിട്ട് സ്റ്റേജിൽ കയറിയപ്പോൾ എല്ലാം സ്റ്റേജ് തൊട്ട് വന്നിക്കുന്നത് കണ്ടു. അവാർഡ് കൊടുത്ത ആളുടെ മതം ഏതാണെന്ന് നോക്കാതെ അവരെല്ലാവരെയും കാല് തൊട്ട് വന്നിക്കുന്നത് കണ്ടു. അത് കാരണം ആ ഒരു സാംസ്കാരിക മൂല്യം, ഭാരതത്തിന്റെ സാംസ്കാരിക മൂല്യം കണ്ട് കേട്ടു പഠിച്ചത് കൊണ്ടാണ്. ഞാൻ ഹൃദയം പിളർന്ന വാക്കുകൊണ്ട് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മക്കളെ ഇതുമാതിരിയുള്ള പൈതൃകം പഠിപ്പിക്കുക. മറ്റ് വീട്ടില് ഉള്ളവരെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പോകണ്ട എന്ന് ഭാരതം പറഞ്ഞിട്ടില്ല. അതിനു മുമ്പ് അവനവന്റെ അമ്മ, അവനവന്റെ അച്ഛൻ, അവനവന്റെ കുടുംബം, ആ കുടുംബത്തിലെ നന്മകള് അത് ഏറ്റവും ഉജ്ജ്വലമാണ്. ആ ഉജ്ജ്വലമായിട്ടുള്ളത് മാതാപിതാക്കളെ നിങ്ങൾ പഠിപ്പിച്ചില്ലെങ്കിൽ ഈ റംസാന്റെ വ്രതം അനുഷ്ഠിക്കുന്നതും അല്ലെങ്കിൽ ദുഃഖവെള്ളിയാഴ്ചയുടെയും പെസഹ വ്യാഴാഴ്ചയുടെയും വ്രതം അനുഷ്ഠിക്കുന്നതും അതൊന്നും ഒരു മനുഷ്യൻ തെറ്റാണെന്നൊന്നും ഹിന്ദുക്കൾ ഒരിക്കലും പറയില്ല. പക്ഷെ അത് അവിടം കൊണ്ട് അവസാനിക്കില്ല. അതിന്റെ അടുത്ത വഴിയിലേക്ക് പോകും. അടുത്ത വഴിയിലേക്ക് കൊണ്ടുപോകാൻ ചുറ്റും വലകളിട്ട് ലവ് ജിഹാദിന്റെ വഴിയിലൂടെ കൊണ്ടുപോകാനായിട്ട് തയ്യാറായിരിക്കുന്നവർ ധാരാളം ഉണ്ട്. ആ ട്രാപ്പിൽ നിങ്ങളുടെ മക്കൾ പെടാതിരിക്കട്ടെ.
ആ പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരും പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നവരും, അങ്ങനെ രണ്ട് വിഭാഗമുണ്ട്. ഏതായാലും പിന്നീട് കരഞ്ഞിട്ടും ദുഃഖിച്ചിട്ടും കാര്യമില്ല. ഈ രാഷ്ട്രത്തിന്റെ ഈശ്വര സങ്കല്പം, ഈ രാഷ്ട്രത്തിലെ ഗ്രന്ഥങ്ങള്, ഈ രാഷ്ട്രത്തിലെ നന്മ നിറഞ്ഞ വീക്ഷണങ്ങള്, ഈ രാഷ്ട്രത്തിന്റെ ചൈതന്യമുള്ളത് അതൊരു 10,000 വർഷത്തേതാണ്. ഇടയ്ക്ക് കയറി വന്ന പുത്തനച്ചി പെരപ്പുറം തൂക്കും എന്ന് പറയുന്ന അതിനോട് തോന്നുന്ന അഭികാമ്യം പല രാഷ്ട്രീയ നേതാക്കന്മാരും കാണിക്കുന്നത്, അതൊക്കെ ചാവാറാവുമ്പോ അമ്പലത്തിലേക്കും RSSലേക്കും BJPയിലേക്കും വരാനായിട്ട് കാത്തിരിക്കുന്ന കുറെ പേരാ. ഇപ്പോ അത് വോട്ട് ബാങ്ക് ആയിട്ട് പ്രയോജനപ്പെടുത്താമെന്ന് പറഞ്ഞ് മാത്രമാണ് അവർ കാണിച്ചു കൂട്ടുന്നത് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ മക്കളെ ചെറുതും വലുതുമായിട്ടുള്ള ഈ സംസ്കാര മൂല്യങ്ങള് പഠിപ്പിക്കുക. ഒരു ദിവസം 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരാഴ്ചയിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയിട്ട് അവരോട് പറയുക. അവര് മാറും. റംസാന്റെ വ്രതം ആഘോഷിക്കണമെന്ന നിർബന്ധമൊന്നുമില്ല. ഏകാദശിയുണ്ട് ഇവിടെ, നവരാത്രി ഇവിടെയുണ്ട്, രാമനവമി ഇവിടെയുണ്ട്, പ്രദോഷ വ്രതമുണ്ട്, ധാരാളം വ്രതങ്ങൾ ഇവിടെയുണ്ട്. അതിനേക്കാൾ മഹത്വമേറിയത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് മൂക്കറ്റം തിന്ന് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം മൂക്കറ്റം തിന്നുന്നതല്ല ഏകാദശി. ഇന്ന് വൈകുന്നേരത്തെ സിമ്പിൾ ഭക്ഷണം കഴിഞ്ഞ് നാളെ രാവിലെ ഭക്ഷണം ഇല്ല, ഉച്ചയ്ക്കില്ല, വൈകുന്നേരം ഇല്ല, രാത്രിയില്ല, പിറ്റേ ദിവസം രാവിലെ 36 മണിക്കൂർ വിശപ്പിന്റെ വില ലോക ജനത എങ്ങനെ അറിയുന്നു എന്ന് അറിയണമെങ്കിൽ രാവിലെ മൂക്കറ്റം തിന്ന് രാത്രി മൂക്കറ്റം തിന്നു കഴിഞ്ഞാൽ വിശപ്പിന്റെ വില അറിയില്ല. അറിയണമെങ്കിൽ 36 മണിക്കൂർ ഒന്ന് ജീവിച്ചു നോക്കാൻ ആ കുട്ടിയുടെ മാതാപിതാക്കൾ കുട്ടിയെ പ്രേരിപ്പിക്കുന്ന പോലെ മറ്റ് മാതാപിതാക്കൾ, ഹിന്ദു മാതാപിതാക്കൾ പ്രചരിപ്പിക്കട്ടെ, പഠിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.